നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ MP. പരാതി വരുന്നതിനു മുമ്പ് പാർട്ടി നിലപാടെടുത്തു. തീവ്രതയളക്കാൻ കാത്തിരുന്നില്ല. കോൺഗ്രസിന്റെ തീരുമാനമാണ് തന്റെയും തീരുമാനമെന്നും തന്റെ അടുപ്പവും അടുപ്പക്കുറവും തീരുമാനത്തെ ബാധിക്കില്ലെന്നും ഷാഫി പറമ്പിൽ. BJPയുടെ വിജയം നാടിന്റെ ആവശ്യമെന്ന് സംസ്ഥാന വക്താവ് ശങ്കുട്ടി ദാസ്. പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത് സമഗ്രമായ വികസന കാഴ്ചപ്പാട്. ചെറുമ്പാലയിൽ BJP മണ്ണൂർ പഞ്ചായത്ത് കൺവെൻഷൻ. സൗദിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് വാടാനംകുറിശി സ്വദേശിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കൊല്ലം സ്വദേശിയായ യുവാവ് ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. ചെറുതുരുത്തിയിൽ കാപ്പ കേസ് പ്രതി അറസ്റ്റിൽ. ചേലക്കര കിള്ളിമംഗലം ഉതുപ്പടിയിൽ KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. അപകടം ഇന്നു രാവിലെ. അവിട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച സ്കൂട്ടർ യാത്രികയായ യുവതി മരിച്ചു. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ MP. പരാതി വരുന്നതിനു മുമ്പ് പാർട്ടി നിലപാടെടുത്തു. പാർട്ടിയുടെ തീരുമാനമാണ് തന്റെയും തീരുമാനമെന്നും കൂടുതൽ നടപടിയുടെ കാര്യം പാർട്ടി പ്രസിഡന്റ് പറയുമെന്നും ഷാഫി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തന്റെ അടുപ്പവും അടുപ്പക്കുറവും കോൺഗ്രസിന്റെ തീരുമാനത്തെ ബാധിക്കില്ലെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ഇപ്പോൾ രാഹുൽ നേരിടുന്ന കാര്യം പരിശോധിച്ചാൽ അത് മനസ്സിലാകും. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും പാർട്ടി ചെയ്യും. പാർട്ടി കമ്മിറ്റി വെച്ച് തീവ്രത അളന്നിട്ടില്ലെന്നും ഷാഫി പറഞ്ഞു. ശബരിമല അഴിമതിയിൽ CPM നടപടിയെടുത്തില്ല. എന്നാൽ കോൺഗ്രസിന്റെ നടപടി മാതൃകാപരമാണ്. മുഖ്യമന്ത്രിയോട് അവസാനമായി ചോദ്യം ചോദിച്ചത് എന്നാണെന്നും ഷാഫി മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാകാൻ വരെ കൂടെ നിന്നയാളാണ് താൻ. അതൊന്നും ഈ സംഭവത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നായിരുന്നു ഷാഫിയുടെ ചോദ്യം. പാർട്ടിയുടെ തീരുമാനമാണ് തന്റെയും തീരുമാനമെന്നും കൂടുതൽ നടപടിയുടെ കാര്യം പാർട്ടി പ്രസിഡന്റ് വ്യക്തമാക്കുമെന്നും ഷാഫി മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ എന്റെ പാർട്ടി എടുക്കുന്ന തീരുമാനം എന്റെയും കൂടിയാണല്ലോ. ഞങ്ങളെല്ലാവരും യോജിച്ചെടുക്കുന്ന തീരുമാനം തന്നെയാണല്ലോ. അപ്പോൾ പാർട്ടിയിൽ പിന്നെ ഇപ്പോഴത്തുള്ള നടപടികളൊക്കെ APCC പ്രസിഡന്റ് ബാക്കി എല്ലാവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വ്യക്തിപരമായ അടുപ്പമോ അടുപ്പക്കുറവോ ഒന്നും പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറി നിന്നതും പാർട്ടി എടുത്ത തീരുമാനം. ആ പാർട്ടിയിൽ തന്നെ ഞാൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഞാനും കൂടി ഉൾക്കൊള്ളുന്ന പാർട്ടിയാണല്ലോ അത്ര ഒരു തീരുമാനം എടുത്തത്. പിന്നെ അത് വ്യക്തിപരമായി എപ്പോഴും നിങ്ങളത് ഐസൊലേറ്റ് ചെയ്തിട്ട് പാർട്ടി എന്നെ പറയാൻ അനുവദിക്കുന്നുണ്ടോ അതോ അല്ലെങ്കിൽ താങ്കൾ അതാണ് അതിനെ കൃത്യമായ മറുപടി പറഞ്ഞു. എന്റെ അടുപ്പവും അടുപ്പക്കുറവും പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഞാനത് ആക്കാൻ വേണ്ടി കുറെ അധ്വാനിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. ആ പദവിയിൽ നിന്ന് മാറി നിൽക്കാൻ അയാളും പാർട്ടിയും തീരുമാനിച്ചു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടി തീരുമാനിച്ചു. പാർലമെന്ററി പാർട്ടി പുറത്താക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ എന്റെ വ്യക്തിപരമായ അടുപ്പക്കുറവ് പാർട്ടി ഏതെങ്കിലും തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? പാർട്ടി വേറെ ഒരു പാർട്ടിയും ചെയ്യാത്ത തരത്തിൽ തന്നെയാണ് ഈ വിഷയങ്ങൾ പാർട്ടി കൈകാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ സമാനമായ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോ ഇപ്പോ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന CPM എന്ത് ചെയ്തു എന്നുള്ളത് ചോദിക്കാൻ നിങ്ങൾക്കും പ്രയാസമാണ്. നിങ്ങൾക്കും ചോദ്യമല്ല, ഇപ്പുറത്തേക്ക് മാത്രമേ ചോദ്യമുള്ളൂ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. BJP ജയിക്കേണ്ടത് BJPയുടെയോ സ്ഥാനാർത്ഥിയുടെയോ ആവശ്യമില്ലെന്നും അത് നാടിന്റെ ആവശ്യമാണെന്നും BJP സംസ്ഥാന വക്താവ് ശങ്കുട്ടി ദാസ്. മണ്ണൂർ ചെറുമ്പാലയിൽ സംഘടിപ്പിച്ച BJP പഞ്ചായത്ത് തല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളിയുടെ ഒരു പ്രശ്നം, മലയാളികളുടെ പൊതുവെയുള്ള വോട്ടിംഗ് ശൈലി എന്ന് പറയുന്നത് പോസിറ്റീവ് വോട്ടിംഗ് അല്ല. മലയാളിയുടെ പൊതുവെയുള്ള വോട്ടിംഗ് ശൈലി നെഗറ്റീവ് വോട്ടിംഗ് ആണ്. ആരെങ്കിലും ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ആരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് വോട്ട് ചെയ്യാറ്. നോക്കിയോ, ഒരു തവണ നമ്മൾ LDFനെ തെരഞ്ഞെടുത്തു. 5 വർഷം കൊണ്ട് നമ്മൾ LDFന്റെ ദുർഭരണം കൊണ്ട് അത്രയേറെ അവരെ മടുത്തിട്ടുണ്ടാവും, അവരെ അത്രയേറെ വെറുത്തിട്ടുണ്ടാവും. 5 കൊല്ലം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ മുന്നിലെ പ്രശ്നം എന്താ? നമ്മുടെ മുന്നിലെ പ്രശ്നം ഇവരുടെ ഭരണം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. എന്ത് ബുദ്ധിമുട്ട് വന്നാലും വേണ്ടില്ല, ഇവരെ കൊണ്ടുള്ള ദുർഭരണം അവസാനിപ്പിക്കണം. ഇനി ഒരു ദിവസം പോലും ഇവരെ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആർക്കാ വോട്ട് ചെയ്യുക? LDFനെ തോൽപ്പിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ട് അപ്പോൾ UDFന് വോട്ട് ചെയ്യും. പ്രസിഡന്റ് CU സുജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. കോങ്ങാട് മണ്ഡലം സെക്രട്ടറി സുജിത് കുമാർ, OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സുഭാഷ് മങ്കര, മണ്ഡലം മഹിളാ മോർച്ച പ്രസിഡന്റ് സുപ്രിയ, B സരിത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ ഷാളിട്ട് ആദരിച്ചു. ജനറൽ സെക്രട്ടറി രാജേഷ് പുതിയത് സ്വാഗതവും പ്രമോദ് കുട്ടൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സൗദിയിൽ മർച്ചന്റ് നേവിയിൽ ജോലി ശരിയാക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. കൊല്ലം വടമൺ തെക്കേക്കര തെക്കേതിൽ വീട്ടിൽ 27 വയസ്സുള്ള ആദർശിനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മെയ് സെപ്റ്റംബർ മാസങ്ങളിലായി വാടാനംകുറിശി സ്വദേശിയുടെ 3,85,000 രൂപയാണ് പ്രതി തട്ടിയെടുത്തത്.
ജോലി ശരിയാക്കി കൊടുക്കുകയോ പണം തിരികെ നൽകുകയോ ചെയ്യാതെ വന്നപ്പോഴാണ് യുവാവ് ഷൊർണൂർ പോലീസിൽ പരാതി നൽകിയത്. സമാനമായ സംഭവത്തിൽ ആദർശിനെതിരെ കണ്ണൂർ ആറളം പോലീസ് സ്റ്റേഷനിലും കേസുണ്ട്. വേറെയും പരാതികളുള്ളതായി പോലീസ് പറഞ്ഞു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഷൊർണൂർ ഇൻസ്പെക്ടർ വി രവികുമാർ, ASI അബ്ദുൾ റഷീദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നൌഷാദ് ഖാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കാർ തട്ടിക്കൊണ്ടുപോവുകയും 10,000 രൂപ കവരുകയും 50ഓളം കേസിലെ പ്രതിയും കാപ്പ ചുമത്തി നാടുകടത്തുകയും ചെയ്ത പ്രതിയെ ചെറുതുരുത്തി പോലീസ് പിടികൂടി. ചെറുതുരുത്തി പാളയം കെട്ടുകാരൻ വീട്ടിൽ 42 വയസ്സുള്ള ഷിജറാണ് പോലീസിന്റെ പിടിയിലായത്. ഈ കേസിലെ മറ്റു പ്രതികളായ 3 പേരെ ചെറുതുരുത്തി പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. 17 ദിവസങ്ങൾക്ക് ശേഷം മാഹിയിൽ നിന്നും അതിസാഹസികമായാണ് പിടികൂടിയത്. ഈ കേസിലെ മറ്റു 3 പ്രതികളായ ഷാഫിൽ എന്ന പാപ്പി, വിഷ്ണുരാജ്, കുട്ടൻ എന്ന ഗോകുൽദാസ് എന്നിവരെ പോലീസ് നേരത്തെ പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. നവംബർ 15-ന് കിള്ളിമംഗലം മണലാടി സ്വദേശി അബ്ദുൾ ഷംസാദിൻ്റെ കാർ വിൽക്കാനുണ്ടായെന്നറിഞ്ഞതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ രാത്രി 8 മണിയോടെ വെട്ടിക്കാട്ടിരിയുള്ള പെട്രോൾ പമ്പിന് സമീപം എത്താൻ പറയുകയും ഇദ്ദേഹം എത്തിയതോടെ ആദ്യം പിടികൂടിയ 3 പ്രതികൾ കാറിൽ കയറുകയും തുടർന്ന് കലാമണ്ഡലത്തിന് പിൻവശത്തുള്ള ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അവിടെയുണ്ടായിരുന്ന 1-ാം പ്രതി ഷജീർ കത്തികാട്ടി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അബ്ദുൾ ഷംസാദിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന 10,000 രൂപ കവർന്നെടുക്കുകയും ചെയ്തു. കവർച്ചയ്ക്ക് ശേഷം പ്രതികൾ ചേർന്ന് മാരകമായി ഷംസാദിനെ മർദ്ദിച്ചു. യുവാവിൻ്റെ മുഖത്തും നെഞ്ചത്തും വയറ്റിലും ഇടിച്ചു പരിക്കേൽപ്പിച്ചു. അടികൊണ്ട് നിലത്തു വീണ ഷംസാദിൻ്റെ കഴുത്തിൽ കൈമുട്ടുകൊണ്ട് ശക്തിയായി അമർത്തി ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു. മറ്റു പ്രതികൾ കാൽ പിടിച്ചുവെച്ച് മർദ്ദനത്തിന് കൂട്ടുനിന്നു. കഴുത്തിലമർത്തിയ പ്രവൃത്തി മരണം വരെ സംഭവിക്കാവുന്നത്ര ഗുരുതരമായിരുന്നു എന്നും പരാതിയിൽ പറയുന്നു. തുടർന്ന് പ്രതികൾ അബ്ദുൾ ഷംസാദിനെ വഴിയിൽ ഉപേക്ഷിച്ച് കാറുമായി പോവുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പരാതിയെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ കാർ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ വി വിനുവിൻ്റെ നേതൃത്വത്തിലുള്ള സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീത് മോൻ, ഗിരീഷ്, ജയകൃഷ്ണൻ, ഡ്രൈവർ പ്രമോദ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വടക്കാഞ്ചേരി കോടതിയിലാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ഷൊർണൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ മാരത്തൺ സംഘടിപ്പിച്ചു. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ ഓഫീസർ രവികുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. പങ്കെടുക്കാൻ സാധിച്ചതിലും ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യവും സന്തോഷവും അറിയിക്കുന്നു. ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും, ഇത് പങ്കെടുത്ത ഓരോ ആളുകൾക്കും, നടത്തിപ്പുകാർക്കും എല്ലാവർക്കും ഷൊർണൂർ പോലീസിൻ്റെ സ്നേഹവും ആദരവും അറിയിക്കുന്നു. ഇത്തരത്തിലുള്ള ആചരണങ്ങൾ ഭിന്നശേഷിക്കാരെ ഏറ്റവും കൂടുതൽ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരാനുള്ള അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. 4 വിദ്യാലയങ്ങളിലെ NSS സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ചേലക്കര കിള്ളിമംഗലം ഉതുപ്പടിയിൽ KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച വൻ അപകടം. അപകടത്തിൽ നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. KSRTC ഡ്രൈവറുടെ പരിക്ക് ഗുരുതരം. ഇന്ന് രാവിലെ 7:15 സംഭവം. മൂവാറ്റുപുഴയിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന KSRTC ബസും തിരുവല്ലാമലയിൽ നിന്ന് പോവുകയായിരുന്ന മനമേൽ എന്ന സ്വകാര്യ ബസുമാണ് കൂട്ടിയിടിച്ചത്. കൂട്ടിയുടെ ആഘാതത്തിൽ KSRTC ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഡ്രൈവറെ പുറത്തിറക്കാൻ സാധിക്കാത്ത വിധം ക്യാബിനുള്ളിൽ കുടുങ്ങിയത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. നാട്ടുകാരും ചേലക്കര പോലീസും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. പരിക്കേറ്റവരെ ചെറിയ വാഹനങ്ങളിലാണ് തൊട്ടടുത്ത വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയത്. ഇവരിൽ KSRTC ഡ്രൈവറുടെ നില ഗുരുതരമാണ്. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അവിട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവതി മരിച്ചു. കൊറ്റനെല്ലൂർ പട്ടേപ്പാടം സ്വദേശി മംഗലത്തറ വീട്ടിൽ 38 വയസ്സുള്ള ആസിഫയാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ 7:45 അവിട്ടത്തൂർ സ്കൂളിന് സമീപമാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കൊറ്റനെല്ലൂർ പട്ടേപ്പാടം സ്വദേശിനി മംഗലത്തറ വീട്ടിൽ 38 വയസ്സുള്ള ആസിഫയാണ് മരിച്ചത്. പട്ടേപ്പാടം ഭാഗത്തു നിന്ന് വന്നിരുന്ന ആസിഫ അവിട്ടത്തൂർ സ്കൂൾ കഴിഞ്ഞ് ഇറക്കമിറങ്ങി വരികയായിരുന്നു. എതിരെ വന്നിരുന്ന തൃശൂർ സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം. ഉടൻ തന്നെ പുല്ലൂർ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇസാഫ് ബാങ്കിന്റെ ചേർപ്പ് ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജരാണ് ആസിഫ. ആളൂർ പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സിദ്ദിഖാണ് ആസിഫയുടെ ഭർത്താവ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പുല്ലൂർ അവിട്ടത്തൂർ റൂട്ടിലെ സ്ഥിരം അപകട മേഖലയാണ് ഈ പ്രദേശം. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
തൃശൂർ എറണാകുളം പാതയിൽ വൻ ഗതാഗതക്കുരുക്ക്. വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ലക്ഷങ്ങൾ മുടക്കിയ മോരിങ്ങൂർ ഡിവൈൻ നഗർ അടിപ്പാതയിലും പാലത്തിന്റെ ഇരുവശങ്ങളിലെ സർവീസ് റോഡിലും കനത്ത വെള്ളക്കെട്ടുണ്ടായതാണ് ഗതാഗതം പ്രതിസന്ധിയിലാക്കിയത്. ബുധനാഴ്ച രാവിലെ പെയ്ത മഴയിലാണ് മുരിങ്ങൂർ അടിപ്പാതയിൽ വെള്ളക്കെട്ടുണ്ടായത്. ഇതോടെ വാഹനങ്ങളുടെ നീണ്ട നിര ദൃശ്യമായി. ചാലക്കുടി പാലം വരെ ഗതാഗതക്കുരുക്ക് നീണ്ടു. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി. അടിപ്പാതയിലും സർവീസ് റോഡിലും വരുന്ന വെള്ളം ചാലക്കുടി പുഴയിൽ ചെല്ലുന്ന രീതിയിൽ വലിയ കാനകീറി വലിയ പൈപ്പുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വെള്ളക്കെട്ടിന് മാത്രം പരിഹാരമായിട്ടില്ല. മഴ ശക്തമാകുമ്പോൾ ഇരുചക്രവാഹനങ്ങളും മറ്റും ഇതിലെ പോകാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. ദേശീയപാതയിലെ കാനകളുടെ അശാസ്ത്രീയമായ നിർമ്മാണവും കാനകൾ വൃത്തിയാക്കാത്തതുമാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര കല്ലൂരിൽ കൂർക്ക കൃഷി വിളവെടുപ്പ് തുടങ്ങി. കല്ലൂർ അരങ്ങാട്ട് പാടശേഖരത്തിലെ 40ഓളം കർഷകരാണ് നെൽപ്പാടങ്ങളിൽ കൂർക്ക കൃഷി ചെയ്തിട്ടുള്ളത്. ഈ വർഷം കൂർക്കയ്ക്ക് പൊതുവിപണിയിൽ വില കുറവാണെന്നാണ് കർഷകർ പറയുന്നത്. കഴിഞ്ഞ വർഷം 45 രൂപ വില കിട്ടിയിരുന്നുവെങ്കിൽ ഇത്തവണ കിലോവിന് 34 രൂപയാണ് വില. കാട്ടുപന്നി ശല്യം, പ്രതികൂല കാലാവസ്ഥ എന്നിവ കാരണമാണ് മേഖലയിലെ ചെറുകിട കർഷകരെല്ലാം കൂർക്ക കൃഷിയിലേക്ക് ചേക്കേറിയത്. നീർവാർച്ചയ്ക്കായി 2 അടി ഉയരത്തിൽ ഏരിയകളാക്കിയാണ് കൂർക്ക തല നടുന്നത്. സാധാരണയായി ജൂൺ മാസത്തിൽ ഇല നടാൻ തുടങ്ങും. ഇല നട്ടാൽ 4 മാസം കൊണ്ട് വിളവെടുപ്പ് നടത്തും. നിധി, ശ്രീധര, സുഫല എന്നീ ഇനങ്ങളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കല്ലൂർ അരങ്ങാട് പാടശേഖരത്തിൽ മാത്രം ഏകദേശം 100ഓളം വരുന്ന ഏക്കറിൽ കൂർക്ക കൃഷി ചെയ്യുന്നുണ്ട്. ഗ്രാമീണ മേഖലയിൽ കൃഷി ചെയ്യുന്ന കൂർക്കയ്ക്കാണത്രേ രുചി കൂടുതൽ. പാലക്കാടൻ കൂർക്ക മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഗൾഫുകളിലേക്കും വിറ്റയക്കാനായി കയറ്റിപ്പോകുന്നുണ്ട്. ഇവിടെ നിന്ന് തൃശൂർ, എറണാകുളം മാർക്കറ്റിലേക്കാണ് കൂർക്ക കയറ്റിപ്പോകുന്നത്. ദീർഘനാൾ കേടുവരാതെ സൂക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. കൂർക്ക കൃഷിയിൽ കാട്ടുപന്നി ശല്യം കുറവാണ്. കർഷകരായ പനഞ്ചിക്കൽ ബഷീർ, അഹമ്മദ്, കെ റഹ്മാൻ, എ സിദ്ദിഖ്, സൈദലവി, നാസർ എന്നിവർ പറഞ്ഞു. രണ്ടാം വിളയായി നെൽകൃഷിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 100ഓളം ഏക്കർ കൂർക്ക കൃഷിയാണ്. കംപ്ലീറ്റ് ഇവിടെ കല്ലൂരിൽ നിന്നാണ് കംപ്ലീറ്റ് പോകുന്നത്. ഇവിടെ വൈകുന്നേരത്ത് വന്ന വണ്ടികൾ ഇപ്പോഴും കാണാം. അപ്പോൾ ഇക്കുറി വലിയ കുഴപ്പമില്ലാന്ന് പറയാം. ഞങ്ങളിപ്പോൾ ഒരു 50 സെൻറ്റ് വെച്ചിട്ടുള്ളൂ. ഏതാ കംപ്ലീറ്റ് കുറേ. അപ്പോൾ ഇക്കുറി മഴ കൂടുതലായതുകൊണ്ട് വല്ലാണ്ട് വലുപ്പമില്ല. വലിയ വലുപ്പമില്ല. എത്ര എങ്ങനെയാണ് ഇതിന്റെ തൂക്കത്തിൽ? 34 രൂപയായിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് 34 രൂപ കിട്ടും. നമ്മുടെ കയ്യിൽ കിട്ടും. ആരാ വരുന്നത് വാങ്ങിക്കാൻ? പട്ടാപ്പിക്കാർ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ MP. പരാതി വരുന്നതിന് മുമ്പ് പാർട്ടി നിലപാടെടുത്തു. തീവ്രതയിളക്കാൻ കാത്തിരുന്നില്ല. കോൺഗ്രസിന്റെ തീരുമാനമാണ് തന്റെയും തീരുമാനമെന്നും തന്റെ അടുപ്പവും അടുപ്പക്കുറവും തീരുമാനത്തെ ബാധിക്കില്ലെന്നും ഷാഫി പറമ്പിൽ. BJPയുടെ വിജയം നാടിന്റെ ആവശ്യമെന്ന് സംസ്ഥാന വക്താവ് ശങ്കുട്ടി ദാസ്. പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത് സമഗ്രമായ വികസന കാഴ്ചപ്പാട്. ചേറുമ്പാലയിൽ BJP മണ്ണൂർ പഞ്ചായത്ത് കൺവെൻഷൻ. സൗദിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് വാടാനംകുറിശി സ്വദേശിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കൊല്ലം സ്വദേശിയായ യുവാവ് ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. ചെറുതുരുത്തിയിൽ കാപ്പ കേസ് പ്രതി അറസ്റ്റിൽ. ചേലക്കര കിള്ളിമംഗലം ഉതുപ്പടിയിൽ KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. അപകടം ഇന്നു രാവിലെ. അവിട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികയായ യുവതി മരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.